ഞാനിന്ന് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്കൊരു മൂവി കാണാൻ പോകുന്നത്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ല. ഇന്ന് ഞാനൊരു സിനിമയ്ക്ക് പോവാണ്. ഇന്ന് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. ഈ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന മൂവി വന്ന സമയം, അതിൻ്റെ എല്ലാം റിലീസാവുന്ന സമയത്ത് ട്രെയിലറൊക്കെ റിലീസായപ്പോൾ അതിന് മുന്നേ തൊട്ടത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ സിനിമയ്ക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ. യൂഷ്വലി ഞാനിവിടെ സിനിമയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോവും. അപ്പം ഇവിടെ എന്താ പറയുക, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അഖിലും അന്നും വീട്ടിലാണ്. ആൻഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജർമ്മനിയിൽ കിഡ്സിനെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കിഡ്സിനെ പറ്റിയിട്ടുള്ള സിനിമ, അവർ പറയുന്ന സിനിമ മാത്രമേ നമുക്ക് കിഡ്സിനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു FSK റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ 18+ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇവിടെ FSK റേറ്റിംഗ് ഉണ്ട്. 1, 2 അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് വെച്ചിട്ട് മാത്രമേ നമുക്ക് കുട്ടികൾക്ക് പറ്റും എന്ന് പറയുന്ന പടത്തിന് മാത്രമേ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ യൂഷ്വലി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അഖിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും, പടം കാണും. അത് കഴിഞ്ഞ് വേറൊരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കാണും. കാര്യം ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് ഇവിടെ സിനിമയ്ക്ക് പോകാൻ പറ്റാറില്ല. കിഡ്സിൻ്റെ മൂവ് മാത്രമേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റാറുള്ളൂ. അതും ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ബിക്കോസ് അന്നുവിന് അത്രയ്ക്ക് അങ്ങോട്ട് തിയേറ്ററിൽ പോരുന്ന സിനിമ കാണാനൊന്നും അത്ര ഇഷ്ടമല്ല. ഇപ്പം ഈയിടെയായിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കിഡ്സിൻ്റെ മൂവി 1-2 വന്നിട്ടുണ്ട്. അപ്പം കാര്യം അവൾക്ക് ചില ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഇറങ്ങി ഓടണം. തിയേറ്ററിലാണെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ വലുതായല്ലോ. അപ്പം സിനിമയ്ക്ക് കാര്യം മലയാളം സിനിമയൊന്നും അവൾക്ക് കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല. കാര്യം ചിലപ്പോൾ എന്തെങ്കിലും വയലൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്നിരുന്ന് വളരെ സട്ടിൽ ഒരു പ്രശ്നം ഇല്ലാത്ത സീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ സിനിമ കാണിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ബാച്ചായിട്ടാണ് സിനിമ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇന്ന് ഒരു തമിഴ് മൂവിയാണ്. ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ട്സൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ നാട്ടിൽ പോയിക്കോണം. അതുകൊണ്ട് ഞാനിന്ന് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്കൊരു മൂവി കാണാൻ പോകുന്നത്. വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന നമ്മുടെ മാമിത ബൈജുവിൻ്റെയും സൂര്യയുടെയും മൂവി ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അതൊന്ന് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അഖിൽ DC കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ DC മേ ബി കുറേ ബ്ലഡ് ഷെഡും അതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് ദഹിക്കില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കാണാൻ പോകുമെന്ന് വെച്ചു. അപ്പോൾ അഖിൽ DC കാണാൻ പോവാം. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന റിവ്യൂ അനുസരിച്ച് ചിലപ്പോൾ അഖിൽ അതും കാണാൻ പോവുമായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് നിൽക്കുവാണ്. ഇന്ന് സൺഡേ ആണ്. സോ മോസ്റ്റ്ലി ട്രാമൊന്നും അധികം സമയമില്ല. ട്രാം വരുന്നുണ്ട്. അപ്പം നമുക്കിനി സിനിമയ്ക്ക് പോകാം. ഞാൻ ആ ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി, മാക്സ് വീപ്പപ്ലെക്സ്. ഇനി ഇവിടുന്ന് ഒരു ട്രാം കൂടി, ഞാൻ പറഞ്ഞല്ലേ ഓൾറെഡി. എൻ്റെ തൊട്ട് മുന്നേ കൂടി ഒരു ട്രാം പോയി. ഇനിയിപ്പോൾ അടുത്ത ട്രാമിനൊരു 2 minutes ആവുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, 2 minute വരുമല്ലോ. സാധാരണ സൺഡേസിൽ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. 2 minutes അടുത്തതുകൊണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സിനിമ ഇവിടെ ഞങ്ങളങ്ങനെ എല്ലാ മൂവീസൊന്നും പോയി കാണാൻ ഇതുപോലെ പറ്റാറില്ല. ബിക്കോസ് ഓഫ് ദിസ് എല്ലാവരുടെയും കൂടി വർക്ക്, കഥ എല്ലാം കറക്റ്റായിട്ട് വരണം. മലയാളം മൂവി അല്ലേ, മലയാളം അല്ലെങ്കിൽ തമിഴ് മൂവീസ് അതൊക്കെ കൂടുതലും ഇവിടെ അധികം ഷോസ് ഉണ്ടാവാറില്ലല്ലോ. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടിയൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു ബെർലിനിലും ഫ്രാങ്ക്ഫർട്ടിലും ഒക്കെ കുറച്ചുകൂടി ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മ്യൂണിക്കിൽ കുറച്ച് കുറവാണ്. ഞാനിങ്ങനെ എപ്പോഴും നോക്കാറുണ്ട്. ആൻഡ് നമുക്കിങ്ങനെ 2 പേർക്ക് മാറി മാറി പോകാൻ പറ്റണം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ പോയി നോക്കിയിട്ട് ഒരാൾ വീട്ടിൽ ഇരിക്കണം. ഏറ്റവും കൂടുതൽ നാട്ടിലത്തെ മിസ് ചെയ്യുന്നത് ഒരുമിച്ച് പോയി സിനിമ കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടെ. കാര്യം നാട്ടിൽ നമുക്ക് ഗ്രാൻഡ് പാരൻസിനെയൊക്കെ പിള്ളേരെ പാരൻസിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം. ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഒരേ ഒരു തവണ ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് സിനിമയ്ക്ക് വിട്ടുള്ളൂ. അത് അപ്പായും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം നൈറ്റ് ഷോയ്ക്ക് പാട്രിയോട്ട് കാണാനായിട്ട്. ഇതായിരുന്നു ഒരേ ഒരു തവണ ഈ പറഞ്ഞ 4-4:30
ഓൾമോസ്റ്റ് 5 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുള്ളത് ഒരുമിച്ച്. അല്ലാണ്ട് കിട്ടുന്നതൊക്കെ ഞങ്ങൾ പോയി കാണാറുണ്ട്. ട്രാം വന്നു, ബാക്കി വിശേഷം പിന്നെ പറയാം. നമ്മളതിന് സ്റ്റോപ്പിലിറങ്ങി ഇനി ഒരു 5 മിനിറ്റ്സ് നടക്കാനുണ്ട്. അപ്പോൾ അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ അങ്ങനെ മൂവി കഴിഞ്ഞു. മൊത്തത്തിൽ ഇരുട്ടെന്നിറങ്ങിയപ്പോൾ എന്തോപോലെ മൂവി കഴിഞ്ഞു. ആക്ച്വലി നല്ല സിനിമയായിരുന്നു. ഒരു ചെറിയ പാർട്ട് പോലും അങ്ങനെ ബോറടിക്കുന്നതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ആണ് കണ്ടത്. കുറേ കോമഡി ഉണ്ടായിരുന്നു, കുറേ രസമായിരുന്നു. ഫുള്ള് ചിരിക്കാനും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു മൂവി കാണാൻ. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടപോലെ കുറച്ച് സമയം പോകുന്ന അറിഞ്ഞേയില്ല. ഇൻ്റർവെല്ലായപ്പോഴോ അതിനിടയ്ക്ക് ഇൻ്റർവെല്ലായോ എന്ന് തോന്നിപ്പോയി. ആക്ച്വലി ഒരു വെരി ഗുഡ് മൂവി. ഇങ്ങനത്തെ ഒരു മൂവിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നത് ഭയങ്കര നല്ലതായിരിക്കും. കാര്യം പോയി ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. സോ ഇറ്റ് വാസ് റിയലി എ ഗുഡ് മൂവി. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഒരു നല്ല സിനിമ തന്നെയാണ്. റിയലി എൻജോയ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത ട്രാം പിടിച്ച് വീട്ടിൽ പോവാം. ഒരു ട്രാമിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഒരു ചെറിയ സിനിമ വിശേഷമായിട്ട്. ബൈ. അപ്പോൾ ഇനി അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.